दर्शक का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए रेखा चित्र मूवी के सीन 4 का रिएक्शन। और लास्ट सीन हमने देखा किस तरीके से वो अब जो है इन्वेस्टिगेशन अपनी बहुत हाइप पे लेके जा रहे हैं और उनको धीरे धीरे क्लूज मिल रहे हैं। वो लड़की बहुत मिस्टीरियस है पर धीरे धीरे चीज़ें पता लग रही है, अभी भी समझ नहीं आ रहा, पर ये है कि वो उस बंदे का भी कुछ तो कनेक्शन है, बिकॉज वो देखते एकदम से शॉक हो गया था। सच में यार, एटलीस्ट लड़की तो रिवील हो। और मैंने तो पता है कोई लेडी इमेजिन की थी, बिकॉज इनिशियली भी हमने देखा था जैसे वो बॉडी को लेके जा रहे थे ना, तो पैर दिख रहे थे, तो मुझे लगा था कोई शादीशुदा औरत होगी या कोई एजेड होगी, पर मुझे पता नहीं था कितनी कोई यंग लड़की होगी। नहीं, मेरे ख्याल से पैर देख के तो काफी हद तक लग ही रहा था कि वो लड़की ही है। इवन जैसे उसके हेड दिखाया था एक बार तो थोड़ा ऐसा लग रहा था। अब देखते हैं क्या होगा, तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। ഷൂട്ടിംഗ് നടക്കുന്ന വീട് ഇതാ അപ്പുറത്ത് കാണുന്ന വീട് ഇത് ആ ശരി കാണേ ജയശ്രീ ഷോട്ട് ഓക്കെയാണ്. ഓക്കെ സാർ, ഒരു പോലീസുകാരൻ കാണാൻ വന്നിട്ടുണ്ട്. ആ അത് വിനീഷ് ട്രോളി ഷോട്ട് സെറ്റ്. ഓക്കെ ഓക്കെ സാർ. സിനിമയാണ് ഈ കാതോട് കാതോരം. അന്ന് എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടാ മമ്മൂക്കാക്ക് ഭരതേട്ടൻ അതുപോലത്തെ ഒരു വിഗ് ചെയ്തത്. സർ, മൈ ഹെയർ സ്റ്റൈൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ സൈബർ സെൽ ഡെവലപ്പ് ചെയ്ത രേഖയുടെ ഫോട്ടോ ആണ് സർ. ഇത് ആ സിനിമയുടെ ഷോട്ടിൽ നിന്ന് എടുത്തത്. ഫോട്ടോ കണ്ടപ്പോൾ ആളെ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. രേഖ എന്നുള്ള പേര് പക്ഷേ താങ്കൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അന്ന് ഈ കുട്ടി വരാഞ്ഞതുകൊണ്ട് സെറ്റിൽ കണ്ടിന്യൂറ്റി ഇഷ്യൂ കാരണം വലിയ പ്രശ്നമായിരുന്നു. ക്യാമറ ഏത് ആംഗിളിൽ വെച്ച് കഴിഞ്ഞാലും ബാക്കിൽ ആ കുട്ടി വേണം. അപ്പൊ അസോസിയേറ്റ് ആയതുകൊണ്ട് തന്നെ ഭരതേട്ടൻ്റെ ചീത്ത മുഴുവൻ എനിക്കായിരുന്നു. സർ, കഴിഞ്ഞ ദിവസം ജോൺ പോൾ സാറിന്റെ പ്രോഗ്രാം കണ്ടപ്പോൾ മുതൽ എനിക്കൊരു ഫീലിംഗ്, അത് രേഖയാണത്. നമുക്ക് കിട്ടിയ സ്കെൽറ്റനിലും ഒരു കൊലുസുണ്ടായിരുന്നു. ഈ കൊലുസിട്ട കന്യാസ്ത്രീയുടെ കാര്യം അങ്കിൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളന്ന് ഉണ്ണികളൊരു കഥ പറയാവുന്ന സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നായികയായിട്ട് ഇതുപോലൊരു പെൺകുട്ടിയാണ് അങ്കിളുടെ മനസ്സിലുണ്ടായിരുന്നത്. സാറിന് ഈ കുട്ടിയെ കുറിച്ച് വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സാധ്യതയില്ലെന്നറിയാം, എങ്കിലും ഞാൻ ചോദിച്ചത്. ഇല്ല. ഞാൻ ഇറങ്ങട്ടെ സാർ. ഓ ശരി, താങ്ക് യു. ഓക്കെ സാർ, ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക, ഉണ്ണികളെ ഒരു കഥ പറയുമ്പോൾ എൻ്റെയും ഫേവറേറ്റ് സിനിമകളിലൊന്നാണ്. രേഖയെ പിന്നീട് കണ്ടിരുന്നെങ്കിൽ സാർ നായികയാക്കുമായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. ഒരു കാര്യം പറയാം, നല്ല ഫീച്ചേഴ്സ് ഉള്ള കുട്ടിയായിരുന്നു. വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഫേസും. പണ്ടത്തെ ശാലിനിയുടെ കൂട്ടുകാരിൽ അഭിനയിച്ച മരിച്ചുപോയ ശോഭയില്ലേ, അതുപോലെ സിനിമയിൽ നല്ല ഭാവി ഉണ്ടാകേണ്ടിരുന്ന കുട്ടിയായിരുന്നു ഈ രേഖ. मतलब किसी ने तो किया। और मेरे को पता है वो उनकी शक्ल पे ना कुछ अलग लग रहा था। मेरे को बहुत ऐसे अच्छी वाइब्स नहीं आ रही थी। कुछ ऐसा लग रहा था उन्हें पता है वो नहीं बता रहे। हाँ। अब उसे बनना था, वो बन भी सकती थी हीरोइन, क्यों चली गई? तो किसी ने कोई लालच दिया या ऐसा कुछ। സേവനം നൽകാത്ത കരാറുകൾ, അതും മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണകക്ഷിയിലെ പ്രമുഖർക്ക് ബന്ധമുള്ള കമ്പനികൾ. ആ വഴിവിട്ട ഇടപാടിന്റെ രേഖകളാണിതെല്ലാം. ഇത് ഞാനെന്ത് ചെയ്യണം? ഞങ്ങളുടെ പുറയിൽ പോലീസ് വന്നാൽ നിങ്ങളുടെ പുറയിൽ വേറെ ആൾ വരും. അന്വേഷണം ഇനിയും മുന്നോട്ട് പോകരുത്. Eyes closed. ये लो, इन्वेस्टिगेशन बंद करवा रहे हैं अब ये। अरे ये लोग खतरनाक लग रहे हैं। अरे बहुत बुला रहे हैं, जान के बुला रहे हैं, कुछ सच कुछ उगलवाना है। पानी की तरफ लिए जा रहे हैं। ओ
मरते जा रहे हैं और इससे वो प्रूव जितने हो रहा बच है, जा रहे हैं वो मर जा रहे हैं। इससे प्रूव हो रहा है कि वो सही जा रहे हैं। हाँ SP വിളിച്ചിരുന്നു. കേസ് ക്രൈം ये ബ്രാഞ്ചിൽ लोगों को വിടുമോ? जुड़वा लग रहे हैं पता नहीं। നിനക്കിനി സ്റ്റേഷൻ ഡ്യൂട്ടി ഉണ്ടാവില്ല, മിക്കവാറും ട്രാഫിക്കിലായിരിക്കും. इनको ट्रैफिक पुलिस में डाल देंगे। कैसे हैं ये लोग? സർ ഞാൻ വിളിക്കാം. पर ये सही जा रहे हैं, ये आदमी कर रहा है सारी चीजें, मुझे ऐसा लग रहा है। यही करवा रहे हैं ना, अभी तो भेजा उसको हाँ पर ऐसा तो क्या था रेखा में? और इसने ऐसा क्या किया था? डाल दिया इनको, ट्रैफिक में डाल दिया। मैं और लोग मानते नहीं है ना, वो सबसे खराब। ओ ये ले, उनके सामने ही सही जा रहा है। ओ भाई पकड़ेंगे, आएगा एक दिन। कैसी स्माइल दे रहा है यार। ആ ഓടയിലെ അഴുക്ക് വെള്ളം മുഴുവൻ ശ്വാസോച്ഛം കയറി ശ്വാസം മുട്ടിയതാണ് ചന്ദ്രപ്പന്റെ മരണത്തിന് കാരണം. അയാൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടായിരുന്നു. अरे क्या है, വേറെ ശരീരത്തിൽ അങ്ങനെ സംശയമൊന്നും പരിഗണനയില്ലായിരുന്നു. ड्रंक केस बन गया भाई। കാര്യങ്ങൾ കൈവിട്ടു പോയില്ലേ സാറേ? മോഹൻ എന്ത് പറയുന്നു? സാറിനിപ്പോൾ എന്ത് പറയാനും, എന്നെ ട്രാഫിക്കിലേക്ക് മാറ്റി. കേസ് ക്രൈം ബ്രാഞ്ചിന് കൊടുത്തില്ലേ? സാജ സാറേ, क्राइम ब्रांच കണ്ടിട്ട് കുറെ ആയല്ലോ. ആ യ്യോ, CBI ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഞങ്ങളെ ആ ക്രൈം നമ്പർ 112324 സ്കെൽറ്റൻ കൊണ്ടുപോകാൻ വേണ്ടി വന്ന. ഇപ്പൊ ഞാനാണല്ലോ ഇൻചാർജ്. ये तो लग ही रहे हैं मिले हुए। ഹൈദരാബാദിലെ സെൻട്രൽ ലാബില് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ബുദ്ധിമുട്ടാവില്ലല്ലോ സാറേ. ആളെ മനസ്സിലായില്ലേ? ഭയങ്കര കളിക്കാരനാ. ചീട്ടായി. ओए സ്കെൽറ്റൻ എവിടെയാ? ഓ. അങ്ങോട്ട് പോ. एक ही चीज तो बस। रम्मी रम्मी अब तो ये पावरलेस है, क्या ही कर लेंगे। ആഹാ, കുത്തി നിർത്തിയ അസ്ഥികൂടം. കൊള്ളാം. ഒരു സ്റ്റാൻഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വല്ല പൂക്കളോ വഴിതിരെ കത്തിച്ചു വെക്കായിരുന്നു അല്ലേ സാറേ? ഇതിലെല്ലാം മുഴുവൻ ഉണ്ടോ സാറേ? സലിമേ എടോ, കാശ് കിട്ടിയാൽ അസ്ഥി കൂടെ വിഴുങ്ങാൻ വരെ പോലീസിലാണെന്ന് കരുതി എല്ലാവരും അങ്ങനെ എഴുതല്ലേ? ओ എനിക്ക് ആ കൺട്രോൾ സാമ്പിൾ പ്രിസർവേഷൻ രജിസ്റ്റർ ഒന്ന് കാണണം. എടോ, തന്നെ ഒരു റെക്കോർഡിംഗ് കാണിക്കാനുള്ള ബാധ്യത എനിക്കില്ല. പിന്നെ താങ്കൂടെ വന്നിട്ട് ഓർഡർ അനുസരിച്ച് ഓർഡറുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക, सही बात है, അതുകൊണ്ട് പോകും. ഈ ഗാഡ് ये लो निकलो। and use your gloves when you're handling bonds. ओए बहुत एरोगेंट है यार ये तो। मिला हुआ है ना, करप्शन करना है इसको। വീട്ടിലേക്ക് നിർത്തിയാൽ മതി. फिर रम्मी रम्मी प्रमोशन ही चल रहा है मुझे तो लग रहा है। ട്രാഫിക്കിൽ നിർത്തിയ മര്യാദയ്ക്ക് അവിടെ നിന്നോണം, അല്ലാതെ എന്റെ കോർട്ടിൽ കയറി കളിക്കില്ലേ. എന്താടാ നോക്കുന്നു? मार दो एक रैप्टा। ചെറിയുന്നോ? यस यस हाँ बिके हुए आदमी ഞാൻ ചീട്ടിറക്കും, മനസ്സിലായി? मनसलायो। मनसलाए वही याद आता है। अपनी इज्जत अपने सामने बचाने की। हाँ चुलबुल पांडे एवरीथिंग इज नॉर्मल। എല്ലാം എടുത്തോ പോവാ. ഓക്കെ, ആകെ നടന്നല്ലോ. എന്ത് പറ്റി സാർ? നന്നായിട്ടൊന്ന് മോൻ കഴിയതാ, കുഴപ്പമുണ്ടോ? രേഖയെ പറ്റി वो വിവരം phones തന്ന लेके गए ചന്ദ്രപ്പൻ क्या? മരിക്കുന്നു. അന്വേഷണത്തിൽ നിന്ന് ഞങ്ങളെയൊക്കെ മാറ്റുന്നു. ആകെ കൂടെ തെളിവായിട്ടുണ്ടായിരുന്ന वो भी चला। അതവർ കൊണ്ടുപോകും. നമ്മൾ ഇനി എന്ത് ചെയ്യും സാറ്? നീ എന്ത് വേണം ചെയ്തു.
നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. क्या बात है, ट्रस्ट. ഇതുവരെ കണ്ടുപിടിച്ചതല്ലേ അവർക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് പറ്റില്ലല്ലോ. एलिस लिविंग, हाँ यही इन्हीं को टारगेट करना है, एलिस को ही. ना कितना ज्यादा रिच है वो आदमी यार. मॉल पे मॉल, बिल्डिंग पे बिल्डिंग. കമൽ സർ, ആ വിവേക്, ഒരു കാര്യം പറയാൻ വിളിച്ചതാ. ഒന്നുമില്ല, പള്ളാശ്ശേരി എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നു അന്ന്. അയാൾ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ നടത്തുക. എന്റെ ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം അയാൾ വന്നപ്പോ ഞാൻ ദേവദൂതർ പാടി എന്നുള്ള പാട്ടിന്റെ വിഷ്വൽസ് എടുത്തിട്ട് ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അയാൾ പറഞ്ഞത് കാതോട് നഗരത്തിന്റെ ലൊക്കേഷൻ കവർ ചെയ്യാൻ അന്ന് വന്നിട്ടുണ്ട്. ആളൊരു പ്രത്യേക ടൈപ്പാ. ഒന്ന് ചെന്ന് കണ്ടേക്ക്, ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും. താങ്ക് യു. कोई भी लिंक चलेगी. जब तुम बहुत चाहो कोई चीज तो वो मिल ही जाती है. ചിത്രം സിനിമയുടെ അണിയറ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പ്രിയദർശനെതിരായി സാക്ഷാൽ മോഹൻലാൽ പൊട്ടിത്തെറിച്ച കഥയുമായി അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം. നമസ്കാരം. ആ വരൂ സാറേ. പ്രിയദർശനെതിരെ മോഹൻലാലോ? അവരുടെ ഇടയിൽ എന്താ പ്രശ്നം? എന്തൊരു പ്രശ്നം? ഒരു ऐसे ही बना रहे इशू. തോന്നുന്നതൊക്കെ നമ്മൾ വിളിച്ചു പറയും. Oh my God. ഈ എപ്പിസോഡ് കണ്ട ആൾക്കാര് അടുത്ത ആഴ്ച വീണ്ടും ഞെക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ आपका प्लान तो देखो भाई, क्लिक बेट नेक्स्ट लेवल पे हो रहा है. ഒരുത്തനെ വളർത്താനും തളർത്താനും എനിക്കെന്റെ പേന മതി. ഇന്നിപ്പോ പേന കൊണ്ട് ഒരു കാര്യമില്ല. നാക്ക് നാക്ക് വേണം. കുഴപ്പമില്ല, എന്റെ നാക്കും അത്ര മോശമൊന്നുമില്ല. അന്നുമല്ല ഇന്നുമല്ല. ഈ പള്ളാശ്ശേരിയെ കണ്ടാൽ മമ്മൂട്ടിയുടെ വരെ മുട്ടിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നും അയാൾ വലിയ സ്റ്റാറായിരുന്നു. ഈ സ്റ്റാറിന്റെ ഇന്റർവ്യൂ എടുക്കാൻ ഞാനും എൻ്റെ ക്യാമറാമാൻ രവിയുമായിട്ട് കാതോട് കാതോരത്തിന്റെ ലൊക്കേഷനിലേക്ക് പോയി. പുള്ളിക്കാരിപ്പോ എങ്ങനെ വരുള്ളൂ? ഇപ്പൊ എത്തും. കുറെ നേരം ഞാൻ കാത്തിരുന്നു. അയാൾ ആരായി എനിക്കെന്താന്നേ. എനിക്ക് അയാളുടെ ആ ഇരിപ്പും ചാടയൊന്നും തീരെ അങ്ങോട്ട് പിടിച്ചില്ല. അന്നത്തെ തലപ്പിൽ ഞാൻ എനിക്ക് തോന്നിയൊരു ചോദ്യങ്ങൾ ചോദിച്ചു. അത് അയാൾക്ക് ഇഷ്ടായില്ല. മിസ്റ്റർ മമ്മൂട്ടി, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല, ഫോട്ടോ എടുക്കണം. മലയാള സിനിമയില് എനിക്കെതിരെ ശബ്ദിക്കാൻ പോലും ആരും ഭയക്കുന്ന കാലമാണത്. അടുത്ത ലക്കം നാനേല് ആ ഫോട്ടോ ഇട്ട് ഞാൻ അയാൾക്ക് മുട്ടം പണി കൊടുത്തു. ഇതല്ലേ നിങ്ങൾ അന്വേഷിക്കുന്ന ആ പെൺകുട്ടി? सीधा पॉइंट. എന്റെ 3-4 എപ്പിസോഡിന്റെ കണ്ടന്റാ. ആ സാരല്ല. ഹലോ ചേച്ചി, ഞാൻ വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതിൽ രേഖയുടെ കൂടെ നിൽക്കുന്ന സ്ത്രീയെ ഷൂട്ടിംഗ് ടൈമിൽ എപ്പോഴെങ്കിലും കണ്ടതായിട്ട് ചേച്ചി ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഒരു കുട്ടി ഉണ്ടായില്ലല്ലോ. ഉറപ്പാണ്. ശരി. ഇങ്ങനെ ഒരാളെ ആ ലൊക്കേഷനിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇവരെ മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് ആകുമ്പോ ഏതെങ്കിലുമൊക്കെ സെറ്റിൽ വെച്ച് നമ്മൾ കാണേണ്ടതല്ലേ. उस दिन क्यों आई हुई थी? ഞാനും തോമത്തിന് സിനിമ മുഴുവനും കണ്ടു. നീ പറയുന്ന പോലെ ഒരു പെൺകുട്ടി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അവർ സിനിമയിൽ അഭിനയിക്കാൻ വന്നൊരു നടിയല്ല. പിന്നെ അവരുടെ കൊന്തയും ഉടുപ്പും ഒക്കെ വ്യത്യാസമുണ്ട്. അവരൊരു കന്യാസ്ത്രീ. वो एक्चुअल नन थी. वो सचमुच की नन थी. ओह, तो ये उसको इंस्पायर तो नहीं करने आई थी कुछ ऐसा? क्या? कि तू भी नन बन जा. किसको? वो लड़की को. मदर. रेखा. ओह भाई, मेरे को पोजेस्ड लगी.
एक सेकंड के लिए वो സിനിമയിൽ അഭിനയിക്കാൻ മലക്കപ്പാറയിലേക്ക് വന്നൊരു പെൺകുട്ടി. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും അവൾ നല്ലൊരു നടിയായിരുന്നു. ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു അസ്ഥികൂടം അത് രേഖയുടേതാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. മദറിന് ഓർമ്മയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? കുറെ പേരുണ്ടല്ലോ. മമ്മൂട്ടിയുടെ സിനിമയാ. സിസ്റ്ററെ, നമുക്കും പോയാലോ? ഞാനില്ല, മദറിനെ പിന്നെ തീർന്നു. മതി. എഴുന്നേറ്റോ? ഈശോമിശിക്ക് സ്ഥിരക്കട്ടെ. ഞങ്ങൾ ഇറങ്ങുവന്നേ. ശരി, എല്ലാം നോക്കി കാണും ചെയ്തോണം കേട്ടോ. ശരി മാതാ. वहाँ से ये एक्चुअल सेट पे कैसे गई? പള്ളിയൊക്കെ എന്തിനാണോ ഷൂട്ടിംഗുകാർക്ക് കൊടുക്കുന്നത്? സമയമില്ല. अच्छा ये अपने कॉस्ट्यूम में ही थी तब. ആദ്യമായിട്ടാണോ? പുതിയ ആളാ. ओ भाई भाई लोग तो पागल है उनके लिए. और अभी से 30 साल पहले 1984 और 85 के टाइम पे. वाओ, राज हो तो ऐसा हो. ओए होए, गई कॉस्ट्यूम फाड़ दी. मुझे भी देखना है और उनको. ओए, ये कैसे किया उन्होंने? इसमें ऐसे दिखते थे वो. अरे इन्होंने बहुत डिजिटल करके कर दिया है उनको, वरना 30 इयर्स बैक का कैसे दिखा सकते हैं? वही तो. ചേട്ടാ, ഡ്രസ്സ് കീറിപ്പോയി. അതിന് ഒന്ന് തുന്നി തരുമോ? കയറിയെങ്കിലേ പൊത്തിപ്പിടിച്ചങ്ങ് അഭിനയിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ ഇവിടെ പിടിപ്പത് പണിയാ. ഈ കണ്ണുമൂക്ക് ഇല്ലാതെ നടക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഒന്ന് തയ്ച്ചു തരുമോ? ഇപ്പൊ ഇത്ര ആള് നിൽക്കണ കണ്ടില്ലേ? കൊച്ചു പോവാൻ നോക്കി. अब वो उनसे मिलेंगी फाइनली. സിസ്റ്ററെ, ആരാ? സിസ്റ്ററെ, എൻ്റെ പേര് രേഖ. എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്തുപകാരം? अपनी ड्रेस दे वो दो. नानी समझ रही है इनको. सचमुच की नन समझ रही है ना. ഉടുപ്പൊക്കെ ഞാൻ തരാം. തിരിച്ച് നീ എനിക്ക് ഉപകാരം ചെയ്തു തരണം. എനിക്ക് മമ്മൂട്ടിയെ കാണണം. നീ എന്നെ പുള്ളിയെ പരിചയപ്പെടുത്തി തരുമോ? वो खुद नहीं मिल पाई है. हाँ? അതിനെന്താ? വേണേ ഓട്ടോഗ്രാഫ് വാങ്ങാം. क्या बात. ഞാൻ ഉച്ചയാകുമ്പോൾ അങ്ങോട്ട് വരാം. നീ കാണില്ലേ? तो यहाँ पे अब यही है कि किस तरीके से पूरा भी इनकी बैक स्टोरी बताई जा रही है, और ऐसा लग रहा है कि रेखा जो एक बहुत स्वीट गर्ल थी जिसको कुछ बनना था एंड वो अपने काम के लिए कर रही थी. वहाँ तक तो सब बढ़िया ही चल रहा है, बट अभी समझ नहीं आ रहा कि उसका मर्डर ये सब क्यों हुआ है. और वो फ्रॉड वाली चीज भी क्या है, मतलब कौन सा फ्रॉड उसने किया था? बिकॉज वो शी इज वेरी इनोसेंट एंड उसको बस मतलब है अपने काम से और वो चीजें सीखे, और कितना इनोसेंटली वो उनको कह रही थी कि हाँ मैं मिलवा लूंगी आपको. नहीं, फ्रॉड तो उसने किया ही नहीं था ना. वो तो एक्चुअली बताया था ना कि एफआईआर जब फाइल हुई थी तो वो पुलिस वालों ने अपनी तरफ से
से फ्रॉड लिख दिया बहुत था, गलत हो गया तो ये। वो था। बट ये है कि इस लड़की ने ऐसा क्या किया है कि वो बंदा इससे कनेक्ट में हुआ, बिकॉज अभी तो मूवी शूटिंग में कहीं भी उसका एलिस वाले का तो कनेक्शन आया ही नहीं है। सो देखना होगा कि क्या होता है। तो आप लोगों को ऐसा लगा कमेंट सेक्शन में जरूर बताएगा। तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते और जाइए। सब्सक्राइब करिए। बाय।